CPI UDFിലേക്ക് വന്നാൽ മറ്റുള്ള സഖ്യകക്ഷികൾക്ക് സീറ്റ് കുറയില്ലേ എന്ന സ്വാഭാവികമായ ചോദ്യം വലിയ രീതിയിൽ ഉദിക്കുന്നുണ്ട്. എന്നാൽ കോൺഗ്രസ് കൃത്യമായ മറുപടി അവർക്ക് കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ മത്സരിക്കുമ്പോൾ ഞങ്ങൾ മുന്നണിയിൽ 92 സീറ്റുകളോളം മത്സരിച്ചിരുന്നു. ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സീറ്റുകൾ പരമാവധി CPIക്ക് വിട്ടുകൊടുത്താൽ 92-ൽ 12 സീറ്റുകളോളം ഞങ്ങൾക്ക് വിട്ടുകൊടുക്കാൻ കഴിയും. വിജയസാധ്യതയില്ലാത്ത സഖ്യകക്ഷികളെ ഒപ്പം കൂട്ടിയിട്ട് കാര്യമില്ല. അതുപോലെ തന്നെ കേരള കോൺഗ്രസ് എമ്മിനെ ഒരു കാലത്തും ഞങ്ങൾ അടുപ്പിക്കില്ല എന്ന് വ്യക്തമാക്കിയതാണ്. അതുകൊണ്ട് ജോസ് കെ മാണി ആ രീതിയിൽ ഇങ്ങോട്ട് കണ്ണും നട്ട് കാത്തിരിക്കേണ്ട കാര്യമില്ല. KM മാണിയുടെ മകനാണ് ജോസ് കെ മാണി എന്ന യാതൊരു പരിഗണനയും ഞങ്ങളാരും കൊടുക്കില്ല. കാരണം രാഷ്ട്രീയ വഞ്ചകൻ മാത്രമല്ല, അവസരവാദി കൂടിയായിട്ടുള്ള ജോസ് കെ മാണിയെ പോലുള്ളവരെ അടുപ്പിക്കില്ല. CPI കാലഘട്ടത്തിന് അനിവാര്യതയുള്ള ഒരു പാർട്ടിയാണ്. ഇപ്പോഴും ഇടതുപക്ഷ മൂല്യങ്ങൾ നഷ്ടപ്പെട്ടിട്ടില്ലാത്ത പാർട്ടി, അക്രമ രാഷ്ട്രീയത്തെ ഒരു രീതിയിലും പ്രോത്സാഹിപ്പിക്കാത്ത പാർട്ടി. അവരുടെ ഇപ്പോഴത്തെ സംവിധാനം നോക്കിയാൽ അവരുടെ സ്റ്റുഡൻസ് വിങ് ആയിക്കോട്ടെ, അവരുടെ യുവജന പ്രസ്ഥാനമായിക്കോട്ടെ, അവരെല്ലാവരും CPIMൻ്റെ പാർട്ടി നേതൃത്വത്തിൽ നിന്നും നേരിടേണ്ടി വരുന്ന രൂക്ഷമായ എതിരഭിപ്രായവും അവർക്ക് അഭിപ്രായ വ്യത്യാസം ഉള്ളതിൻ്റെ പേരിൽ അവരെ തഴയാനും ശ്രമിക്കുന്ന പല രീതിയിലുള്ള സാഹചര്യങ്ങളും ഉടലെടുത്തിട്ടുണ്ട്. AISF നേതാക്കളെ SFI നേതാക്കൾ തല്ലുന്നതും അവർക്കെതിരെ വലിയ രീതിയിലുള്ള കൊലവിളി പ്രസംഗം നടത്തുന്നതും ഒക്കെ നമ്മൾ സർവ്വസാധാരണയായി കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കൃത്യമായി CPIയുടെ വരവിനെ കോൺഗ്രസ് പൂർണ്ണമായും സ്വാഗതം ചെയ്യുന്നതെന്ന് KPCCയുടെ അധ്യക്ഷനായ K. സുധാകരൻ പറയുന്നു. എന്നാൽ CPIയുടെ സംസ്ഥാന സെക്രട്ടറിയായ ബിനോയ് വിശ്വം പറയുന്നൊരു കാര്യമുണ്ട്. ഞങ്ങൾക്ക് വിജയിക്കാൻ ഏറ്റവും ചുരുങ്ങിയ പക്ഷം 15 സീറ്റിലെങ്കിലും ഏത് സാഹചര്യത്തിലും കഴിയുന്ന അവസ്ഥയാണ് കേരളത്തിലുള്ളത്. ഞങ്ങളുടെ മൂല്യമൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ഇന്നിൻ്റെ രാഷ്ട്രീയം ഞങ്ങൾക്ക് കൃത്യമായി അറിയാം. ഞങ്ങളെ തൃശ്ശൂരിൽ ഡീലിൻ്റെ ഭാഗമായി തോൽപ്പിച്ചത് ആരാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങളെ തൃശ്ശൂരിലും തിരുവനന്തപുരത്തും തോൽപ്പിക്കാൻ, ഞങ്ങളെ വലിയ രീതിയിൽ നാണം കെടുത്താൻ ശ്രമിച്ചവർ ആരൊക്കെയെന്ന് ഞങ്ങൾക്ക് കൃത്യമായി അറിയാം. അതുകൊണ്ട് തന്നെ ഇനി CPIMൻ്റെ ഒരു കളിയും ഇവിടെ നടക്കില്ല എന്നുകൂടി ബിനോയ് വിശ്വം കൂട്ടിച്ചേർത്തിരിക്കുകയാണ്. CPIMൻ്റെ നെറികെട്ട രാഷ്ട്രീയത്തിൻ്റെ ഇരകളായി ഞങ്ങൾ മാറാൻ ആഗ്രഹിക്കുന്നില്ല. പാർട്ടിയിൽ ഇതിനു മുമ്പേ തന്നെ സംസാരമുണ്ടായിരുന്നു മുന്നണി വിടണമെന്നുള്ളത്. എന്നാൽ ഒരു ധാർമ്മികതയുടെ പേരിലാണ് മുന്നണി സംവിധാനത്തിൻ്റെ കൂടെ നിന്നത്. എന്നാൽ ഇനിയും അത് സഹിച്ചു നിൽക്കേണ്ട കാര്യമില്ല. CPIMൻ്റെ ഔദാര്യമല്ല ഞങ്ങളുടെ മന്ത്രിസ്ഥാനവും ഞങ്ങളുടെ MLAമാരും. ഞങ്ങൾക്ക് വേണ്ടി ഇവർ ആരും തന്നെ പണിയെടുത്തിട്ടില്ല. ഇവരാരും തന്നെ ആത്മാർത്ഥമായി വിജയിപ്പിക്കാൻ കൂടെ നിന്നിട്ടില്ല. എന്നാൽ ഞങ്ങളുടെ പ്രവർത്തകർ അരക്കിട്ട് ഉറപ്പിച്ചതുപോലെയാണ് അവരുടെ കൂടെ മുന്നണിയുടെ മര്യാദയുടെ പേരിൽ നിന്നിട്ടുള്ളത്. ആ മര്യാദ തിരിച്ചു കാണിച്ചില്ലെങ്കിൽ ഇങ്ങോട്ടില്ലാത്ത ബഹുമാനം അങ്ങോട്ട് തരേണ്ട യാതൊരു കാര്യവുമില്ല എന്ന് ബിനോയ് വിശ്വം ഉറപ്പിച്ചിരിക്കുന്നു. CPIയിൽ K. ഇസ്മായിൽ അടക്കമുള്ള നേതാക്കൾ കൃത്യമായി നടപടിയെടുത്തിരിക്കുകയാണ്. നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ്. യാതൊരു രീതിയിലും CPIMുമായി സഹകരിക്കേണ്ട കാര്യം ഇനി മുതൽ ആവശ്യം വരുന്നില്ല. ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി തുടർന്നാൽ മാത്രമല്ലേ CPIMൻ്റെ ആട്ടും തുപ്പും കേൾക്കേണ്ട കാര്യമുള്ളൂ. അതിന് മനസ്സില്ല എന്നും CPI വ്യക്തമാക്കിയിരിക്കുന്നു.